ബീച്ചിൽ പോവാണോ? ഏത് ബീച്ചില്? ഇസുകൂടി ബീച്ചിൽ പോവാന്ന്. അങ്ങനെ നമ്മുടെ ഡാർവിൻ വിശേഷങ്ങളൊക്കെ തീരാതെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്ത് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഡാർവിനിലെ ബീച്ചിലാണോ? ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുവാണോ? ആണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഈ ട്രിപ്പിലെ. ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ദീപ ചേച്ചിയും ജോസൂട്ടി ചേട്ടനും ജോസൂട്ടി ചേട്ടൻ്റെ ബ്രദറായ സന്തോഷ് ചേട്ടനും ഷീന ചേച്ചിയും ഒക്കെയുള്ളൊരു ഫാമിലി ആട്ടോ. അതേ ബാക്കിൽ കാണുന്ന കാറാണ് അവരുടേത്. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയാണ് ഇന്ന് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശേഷങ്ങളും പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ വ്ലോഗ് അങ്ങനെ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു തോട്ട്സ് ഓഫ് ഡെൽഫിൻ സ്റ്റേ. ശരിക്കും പറഞ്ഞാൽ ഈ ഡാർവിൻ ഒരു കുട്ടി സ്ഥലമാണെങ്കിൽ പോലും ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ വെക്കേഷന് ചെന്ന സമയത്ത് കിട്ടിയ സമയത്തിനുള്ളിൽ ഡാർവിൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്താണ് തിരിച്ച് കാൻബറയിലോട്ട് വന്നത്. എനിക്കറിയില്ല എന്തോരം മാങ്ങ നോക്കി. മാവ് ഫുൾ മാങ്ങയാണ്. അടുപ്പിച്ച് കാണിച്ചാലേ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിയിലെ മാവും മാങ്ങയൊക്കെ കണ്ട് ഞങ്ങൾ അന്തിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഇത്രയും മാങ്ങ അവിടെ ഉണ്ടോ എന്നുള്ള അവസ്ഥയിലായിരുന്നു. അത്രമാത്രം നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയും റോഡും ഒക്കെ കാണാം. മാങ്ങയും അതുപോലുള്ള പല നമ്മുടെ നാട്ടിലെ ഓരോ സാധനങ്ങളും കണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ. Okay, പൊക്കോ. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ക്രാബ് ക്ലോ ഐലാൻഡ് റിസോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ ഫാബുലസ് ആയിട്ടുള്ളൊരു ഹാർബർ വ്യൂ ആണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിൻ്റെ നേരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് നല്ലപോലെ ഫിഷിംഗ് ചെയ്യാനും അതുപോലെ വന്യജീവികളെയൊക്കെ കാണാനുള്ള അവസരമൊക്കെ ഒരുക്കുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. കൂടാതെ കടൽ തീരത്തോട് ചേർന്ന് മരങ്ങളും പനകളും ഉള്ളിടത്ത് നടപ്പാതകളിലൂടെ ജോയിൻ ചെയ്യിപ്പിച്ച ഉയരത്തിലുള്ള മുറികളാണ് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ. പിന്നെ നമുക്ക് ഹാർബർ വ്യൂ പോയിന്റ് കിട്ടുന്ന പോലെ ഒരു എലിവേറ്റഡ് ഓപ്പൺ റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂൾ, ബോട്ട് റാമ്പ്, പവേർഡ് ക്യാമ്പ് സൈറ്റ്. അതുകൂടാതെ വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്കത് കാണാനും പറ്റും. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റികളുള്ള ഒരു സൂപ്പർ ഡൂപ്പർ പ്ലേസിൽ 2 days എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചു. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തപ്പോൾ വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നാട്ടിലെ റോഡിലൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യണ പോലെ അല്ലേ? ഗ്രീനറി ഉണ്ട്. ഈ സൈഡിൽ കുറേ അതിനകത്തോട്ട് കയറാൻ പറ്റില്ലേ? ഒരു സാധനം കാണിക്കട്ടെ. ഞാൻ കുറേ നേരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിപ്പിച്ച് എടുപ്പിക്കുകയാണ് കേട്ടോ. ചിതൽപുറ്റ് ഇതിവിടെ ഈ ഒരു ഏരിയ ഫുള്ളുണ്ട്. പക്ഷെ ഇത് എനിക്ക് ചെറുതെന്നാണ് പറഞ്ഞത്. ഇതുപോലത്തെ കുറേ വലിയ ഹ്യൂജ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കി കണ്ടോ? ഇതാ നോക്കി. എൻ്റെ അമ്മേ,
ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി സാധനം. കണ്ടോ, നോക്കൂ എൻ്റെ വലിപ്പം നോക്കൂ. ചിതൽപുറ്റ്. അത് എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ളുണ്ടല്ലോ ഇത്. അടിപൊളി ഫുള്ളുണ്ടേ. നോക്കി, ബാക്കിലൊക്കെ വലുതൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് യാത്ര തുടങ്ങാം. ഇടയ്ക്കൊന്ന് നിർത്തിയതാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് വീട്ടിൽ നിന്ന് എനിക്കൊന്ന് 1 മണിക്കൂറോ ദൂരമുണ്ട്. ഡാർവിൻ്റെ വഴികൾ. വെൽക്കം ടു ക്രാബ് ക്ലോ. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് വേണോ പോണ്ടേ? ഇവിടെയാണോ റിസപ്ഷൻ ബോട്ടറാകുമ്പോ അല്ല ഇവിടെ ഇത് അല്ല ലെഫ്റ്റിലേക്ക് റിസപ്ഷൻ എവിടെ? നേരെ ഇവിടെ ആ ശരിയാ അവിടെ ഇടുക. ഇത് കുറെ ക്രാബ് ആണോ? അല്ല, പേര് കണ്ടിട്ട് ഞാൻ ചോദിച്ചു. ഇത് കൊള്ളാല്ലേ, ഇതിന്റെ താഴെ നേരെ ബീച്ചും. നോക്കിയോ, ക്രാബൊക്കെ ഉണ്ടെന്ന് ഇവിടെ. ബീച്ചുണ്ട്, മിയക്കുട്ടിയുണ്ട്. ചെല്ല്, പോയി കണ്ടിട്ടോ. എവിടെ സ്റ്റേ ചെയ്യണേ? ലുക്ക്, ക്രാബ് ക്ലോ ഐലാൻഡ് റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. നമ്മൾ എന്നിട്ട് നേരെ പോയി അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് ഇത് വരും. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു വീട്ടിലായിരിക്കും നമ്മള്. കൊള്ളാല്ലേ, നൈസ്. ഇത് വീടാണോ? ഇത് വീടല്ല, ഇതൊരു റിസോർട്ട് പോലെയാ. ഇതിന്റെ ഉള്ളിൽ കേറാൻ പറ്റും. വീടാണോ? അത് നമ്മ അകത്ത് കയറിട്ട് നോക്കാം എങ്ങനെയാന്ന് കേട്ടോ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യുമ്പോ എല്ലാം ഹൗസ് പോലെ തിങ്സ് ആണ്. ഹൗസ് പോലെ തിങ്സ് ആണ്. അപ്പോൾ വീടാണ്. വീടാണ്. ടോയ്ലറ്റ് അവിടെ ഉണ്ട്. വാ, നാട്ടിലും അടയ്ക്കാണോ ഇത്? നമ്മളിപ്പോ ഇവിടെ അല്ലെങ്കിൽ ഇതൊക്കെ പോകണം, അങ്ങ് പോകുമ്പോൾ അവർ മെൽബൺ പോകുമ്പോൾ കാറ് പോയി നമ്മൾ റൂം എടുക്കുമല്ലോ. വരുന്നതിന് എന്ത് രസം. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് ദേ ഇവിടെ ബീച്ച്. അടിപൊളി, നൈസ് വൺ. നോക്കട്ടെ ബീച്ച് ഏതാണ് നമ്മുടെ
താമസിക്കുന്ന സ്ഥലം ഒന്ന് തപ്പിക്കൊണ്ടിരിക്കുക, നമ്പർ നോക്കുവാണ്. അതാണ് എന്താ നമ്മുടെ വ്യൂ കണ്ടോ? നല്ല രസമുണ്ടല്ലേ ഇത്? അടിപൊളി. പോയി എല്ലാം സെറ്റ് ചെയ്യട്ടെ, ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ അല്ലേ? ഇതല്ലേ? Which way do we go? ഒന്ന് 17, ഒന്ന് ഇത്, ഒന്ന് അപ്പുറം, ഒന്ന് 4. There's one massive bed and 18 കാണുന്നോ? ഇതാണ് അടുത്തതൊരെണ്ണം നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പുറത്തൊരെണ്ണം 17, ഇത് 18. ഇതില് പിന്നെ നമ്മളിത് 4, 3 ഹൗസ്. നൈസ് നൈസ് നൈസ്. ഈ ഒരു വ്യൂ ഞാൻ കാണിക്കട്ടോ. എന്താ രസം നോക്കിക്കേ, നല്ല ക്ലിയർ വാട്ടർ. ലുക്ക് അറ്റ് ദാറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റേ ഇവിടെ, നമ്പർ 4. Then look at this. Wow. ഇവിടെ ഇങ്ങനെ രാവിലെ വന്നിരിക്കുക, ബീച്ചിലോട്ട് നോക്കാ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഇച്ചിരിയുടെ വെയിൽ കുറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ബീച്ച് സൈഡില് ക്രാബ് ക്ലോ റിസോർട്ട്. പിന്നെ എൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് കാണിക്കാട്ടോ. ബാ, വീടല്ലേ? എൻ്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയാന്ന് ഒരെണ്ണത്തിൻ്റെ തുറക്കാം. ലൈറ്റ് ഇതാണ്. ഇവിടെ ഇങ്ങനെ ബെഡ്, കുറേ ബെഡുകളുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അവർ. ഇവിടെ ഒരു സിംഗിൾ ബെഡ്. ബെഡുകളുടെ അഭിഷേകമാണ്. ഫ്രിഡ്ജുണ്ട്. ഇതൊരു ടോയ്ലറ്റ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ. മിയക്കുട്ടി ഇസുക്കുട്ടി ഇവിടെയാണോ കിടക്കണേ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്. ചേച്ചി വിശക്കുന്നില്ലേ? ചിപ്സ് എന്തൊക്കെയോ വാരിക്കുന്നു. പിന്നെ എണ്ണിച്ചപ്പോൾ ലേറ്റായി. നിങ്ങൾ നേരത്തെ എണ്ണിച്ചല്ലേ ഇന്ന്? ഞാൻ അവിടെ മാർക്കറ്റിൽ പോകാനായിട്ട് നേരത്തെ. ലല്ല ഇതിന്റെ റൂം, ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിക്കാട്ടോ. പിള്ളേർ ഇവിടെ കിടക്കുന്ന റിസ്കാ. Can all children sleep in one room? ഇതിന്റെയും കൂടെ ഒരു വീഡിയോ എടുക്കട്ടെ. ഇത് തേർഡ് റൂം. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ സെയിം.
അങ്ങനെ നമ്മൾ ബാഗെല്ലാം റൂമിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയത് ആ ബാർബിക്യൂ ഏരിയയിൽ വെച്ച് സെറ്റ് ചെയ്ത് കുറച്ച് നേരം എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് നല്ലൊരു വൈബ് അടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കാനും നല്ല ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല അടിപൊളി വൈബുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി. നിനക്കറിയാത്ത ഇങ്ങനെയൊന്നും അല്ല പാമ്പിനെയൊക്കെ You flip over the giant rocks and you find them. And you pick them up like this so they can't bite you. ഇത് കടിക്കുന്നല്ലേ? സൂക്ഷിക്കണേട്ടോ. സ്പ്രേ എന്തിനാ? ബീച്ചിന്നാ? ആഹാ. ഇവിടെ കാംഗ്രൂസ് വന്നിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ വെയിൽ കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നേ. ഭയങ്കര വെയിൽ. ആഹാ. ഇസക്കുട്ടി പോരി പോയാൽ കിട്ടുമോ? ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അത് പോവോ? ഇവിടെ പീക്കോക്ക് ഇവിടെ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മനോഹരമായ പീക്കോക്കിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത 2 ഡേയ്സിലെ മറ്റ് വിശേഷങ്ങളും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഈ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടി കേട്ടോ. ഞാനും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെയും കൂടാം.